ഇന്ന് നല്ലൊരു മോരുകറി ഉണ്ടാക്കാം. അതിനായി പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായതിന് ശേഷം മാത്രം ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുന്നതിന് മുമ്പായിട്ട് വളരെ കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ നിറം മാറി വരുമ്പോഴേക്കും തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നീട് കീറിയ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 3ഓളം വറ്റൽമുളകാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെറുതായി ഒന്ന് ഇളക്കാം. ചെറിയ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞ സവാളയും ഇഞ്ചിയും ചെറിയുള്ളിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് പ്രത്യേകമായിട്ടൊരു ഫ്ലേവർ മോരുകറിക്ക് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ചെറിയുള്ളിയുടെയും സവാളയുടെയും കളർ മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. 1-2 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 എണ്ണം ചേർത്തിരിക്കുന്നത്. സാധാരണ വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി. അങ്ങനെ അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് കുറച്ച് വെള്ളത്തിൽ മോരും തേങ്ങയും മിക്സിയിലടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. വേണമെങ്കിൽ ഇത് നമ്മൾ സവാളയും ചെറിയുള്ളിയൊക്കെ വഴറ്റണ സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി നമുക്ക് വയ്ക്കാം. ഈ മോരുകറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ രുചി പോവും. ചെറുതായി ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താൽ നമ്മുടെ രുചികരമായ മോരുകറി തയ്യാറായി.